പല തലങ്ങളിലേക്കും മനുഷ്യ മനസ്സിനെ ഉയർത്താൻ അതിന് സാധിക്കുന്ന അവതാരമൂർത്തിയാണ് ആര്? കൃഷ്ണൻ. കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം എന്താ അറിയോ? ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു പരിവർത്തനം ഉണ്ടാവും. ഈ പരിവർത്തനത്തിന്റെ ചിത്രമാണ് സത്യത്തിൽ ദശാവതാരം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ദശാവതാരം കാണുമ്പോൾ നിങ്ങൾ എത്ര പേര് ഈ ദശാവതാരത്തെ ശരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളെ സംബന്ധിച്ച് ഒരു വിഗ്രഹത്തിന്റെ മുകളിൽ ചന്ദന ചാർത്തുന്നതാണ് ദശാവതാരം. എന്നാൽ അതിൽ നിന്ന് ഒരു പടി നിങ്ങൾ ഉയരണം. എന്തിനാണ് ഈ ദശാവതാരം നമ്മുടെ പൂർവികന്മാർ നമുക്ക് തന്നിട്ടുള്ളത്? നമുക്കാണെങ്കിൽ സത്യം പറഞ്ഞ ദശാവതാരം ഒന്നും അല്ല. ഭാഗവതത്തിൽ പറയുന്നത് അവതാരാഹി അസംഖ്യേയാണ്. അവതാരങ്ങൾ അസംഖ്യമാണ്. നിങ്ങൾ ഭാഗവത സപ്താഹം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കപിലാവതാരം എന്നൊരു അവതാരമുണ്ട്, അത് ദശാവതാരത്തിൽ വന്നിട്ടില്ല. ഉണ്ടോ? ഋഷഭാവതാരം എന്നൊരു അവതാരമുണ്ട്, വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ? പറയൂ. മോഹിനിയായിട്ട് ഭഗവാൻ അവതരിച്ചു എന്നുണ്ട്, വന്നിട്ടുണ്ടോ? പൃഥുവായി ഭഗവാൻ അവതരിച്ചു എന്നുണ്ട് ഭാഗവത്തിൽ, ഉണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടോ? അങ്ങനെ അവതാരങ്ങൾ അസംഖ്യമാണ്. നമ്മൾ അവതാരാണോ? പറയാറുണ്ട് സ്വാമി പലരും, അത് അവതരിച്ചിരിക്കുന്നു എന്നുള്ളത്. എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ വരുന്ന ആളുകളെ കുറിച്ച് പറയുന്ന ഒരു വാക്കാണ് എന്ത്? കുറെ കാലത്തിന് ശേഷം ഇപ്പോഴാണ് അവതരിച്ചിരിക്കുന്നത് എന്ന്. അല്ലേ? അങ്ങനെയാണോ? കല്യാണം കഴിഞ്ഞ് പുതിയൊരു മരുമകള് വീട്ടിൽ വന്നു. അവള് വളരെ വൈകി എണീറ്റിട്ട് വരുന്ന ഒരാളാണ്. അത് മുകളിലത്തെ നിലയിലാണ് താമസിക്കുന്നത്. താഴോട്ട നിലയ്ക്ക് ഇറങ്ങി വരുമ്പോൾ അമ്മായിയമ്മ പറയുന്ന വാക്കാണ് എന്ത്? അവൾ അവതരിച്ചു എന്ന്. ഈ തരത്തിലൊക്കെ നമ്മൾ പരിഹാസ രൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഏത്? അവതാരം എന്നുള്ളത്. എന്നാൽ എന്താണ് അവതാരം? ഹിന്ദുക്കൾക്കത് വേണ്ട പോലെ മനസ്സിലാവാത്തോണ്ടാണെന്ന് അമേരിക്കക്കാരൻ അവതാർ എന്നുള്ള മൂവി വരെ ഇറക്കിയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കൊച്ചുകുട്ടികൾ എന്താ വിചാരിക്കണത് അറിയോ? അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ല സൂപ്പർമാൻ പവറുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, വെള്ളത്തിൽ കളിക്കുന്നതും അതുപോലെ ഇപ്പോഴത്തെ അവതാര മൂവിയുടെ സ്വഭാവം നോക്കും നിങ്ങൾ. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മൾ അവതാരമായിട്ട് എടുത്തിരിക്കുന്നത്. വല്ലാത്തൊരു മൂക്കും വല്ലാത്തൊരു കണ്ണും പറക്കുന്ന സാധനവും, പറക്കുന്നൊരു സാധനത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് അഭ്യാസം ചെയ്യുന്ന എന്തോ ചില അല്ലേ, ഈ തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് കുട്ടികളുടെ മുന്നിലുള്ള അവതാരം എന്ന് പറയുന്നത്. എന്താണ് അവതാരം? അവതാരം എന്ന് പറയുന്നത് അവതരിക്കുക. അവതരിക്കുക, അവതാരം ഒരു പൂർണ്ണതയിൽ നിന്ന് പ്രകടമാവുന്ന ഒന്നിനെയാണ് എന്ന് പറയാ അവതാരം. മാനിഫെസ്റ്റേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. മാനിഫെസ്റ്റ് ചെയ്യുക, അവതരിക്കുക, പ്രകടമാവുക. കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ എന്ത് പ്രകടമാവുന്നുണ്ടോ, എന്ത് പ്രകടമാവണമെങ്കിലും അതിനെ പ്രകടമാക്കാൻ പിന്നിലൊരു ഊർജം വേണം. ഈ പ്രപഞ്ചം തന്നെ നേരത്തെ ഒരു ഇൻഫിനിറ്റ് എനർജി ആയിരുന്നു എന്നാണ് ഐൻസ്റ്റീനിയൻ ഫിസിക്സ് നമ്മളെ പഠിപ്പിക്കുന്നത്. ബിഗ് ബാങ് തിയറി പോലുള്ള തിയറികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ഊർജ സമ്പത്തിൽ നിന്നാണ് പ്രപഞ്ചം രൂപപ്പെട്ടത്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം എനർജിയാണ് എന്നൊരു വാക്കുപയോഗിക്കുന്നത്. അല്ലെ? ആണോ അല്ലയോ? അപ്പൊ ഇവിടെ എല്ലാം പ്രകടമായത് അനന്തമായ ശക്തിയിൽ നിന്നാണെങ്കിൽ നാം ഈ ശക്തിയെ ബാഹ്യമായി മാത്രം കണ്ടു. ശക്തി പുറത്ത് മാത്രമല്ല, ശക്തി അകത്തുമുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. ഒരു പൂർണ്ണമായ ഊർജത്തിൽ നിന്നും എന്ത് പ്രകടമായിട്ടുണ്ടോ ആ പ്രകടമായതിൽ ആ ഊർജശക്തി, ആ പൂർണ്ണതയുടെ ഊർജശക്തി ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാകുമോ ഇല്ലയോ? അപ്പൊ എല്ലാവരുടെ ഉള്ളിലും ഒരു പൂർണ്ണമായ ഊർജശക്തി ഉണ്ടാവണം. ഉണ്ടാവോ ഇല്ലയോ? ഉണ്ടാവണം. അതുകൊണ്ടാണ് ഋഷി എഴുതി വെച്ചത് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യ. ആ പൂർണ്ണമായ ശക്തി നമ്മളിലുണ്ട്. പക്ഷെ ആ ശക്തിയിലേക്ക്, ആ പൂർണ്ണതയിലേക്ക് മനുഷ്യന് എത്തണമെങ്കിൽ മനുഷ്യൻ ആ പൂർണ്ണതയിലേക്ക് അടുക്കണം. പക്ഷെ ഇപ്പൊ നമ്മൾ അടുക്കുന്നത് എങ്ങോട്ടാ അറിയോ? ആ പൂർണ്ണതയിൽ നിന്നും നമ്മൾ അകന്ന് അകന്ന് അകന്നു പോകുന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ ശക്തി ചോർന്ന് ചോർന്ന് ദുർബലമായി നമ്മൾ പോകുന്നത്. അപ്പൊ ആ ശക്തി നമുക്ക് കിട്ടണമെങ്കിൽ, ചൂട് നമുക്ക് കിട്ടണമെങ്കിൽ ചൂടിനോട് അടുക്കണം. വേണോ? ഞാൻ ചൂടിൽ നിന്ന് അകലുമ്പോഴാണ് ചൂടിന്റെ ശക്തി എന്നിൽ നിന്ന് പോകുന്നെങ്കിൽ, ഒരാൾ തളരുന്നു എങ്കിൽ, ഒരാൾ മാനസികമായി താളം തെറ്റുന്നുവെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ ഊർജശക്തിയിൽ നിന്നും അവര് ഉറക്കെ പറയൂ, നിങ്ങള് അകന്നു പോകുന്നു എന്നല്ലേ അർത്ഥം? ആണോ? അപ്പൊ ഒരാളെ ഊർജമുള്ള ഒരാളാക്കി മാറ്റണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? ആ ശക്തിയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോകണം.
അപ്പോഴല്ലേ നമുക്ക് ആ വെളിച്ചത്തോട് മുഖാമുഖം നിൽക്കുമ്പോഴല്ലേ ആ വെളിച്ച ശക്തി നമ്മുടെ മുഖത്ത് തട്ടുള്ളൂ. ആണോ? വെളിച്ചത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ആ വെളിച്ചം നമ്മുടെ മുഖത്ത് തട്ടുമോ? ഇതുപോലെ ഒരാളെ വീണ്ടും ഊർജമുള്ള വ്യക്തിയാക്കുക, പൂർണ്ണരാക്കുക. ഈ പൂർണ്ണതയിലേക്കുള്ള പരിണാമത്തിന്റെ ഓരോ ഘട്ടങ്ങളാണ് ദശാവതാരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഇവിടെ ദശാവതാര ചാർത്തിലൊക്കെ ഒരു കറക്ഷൻ ഇവിടുത്തെ സംഘാടകരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒന്നൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ സയന്റിഫിക്കലി മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇപ്രാവശ്യം നിങ്ങൾ കണ്ടു, രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെക്കുറിച്ചൊക്കെ നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടാവും അല്ലേ? ആ രാമവിഗ്രഹത്തിന് ചുറ്റും ഉള്ള ആ ഒരു ഭഗവാന്റെ ഒരു പ്രഭാവലയം പോലെ അവരുണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഈ വിഗ്രഹത്തിനോട് ചേർത്ത് വെച്ചിട്ടുള്ള. അതിൽ ദശാവതാരം ചെയ്തപ്പോൾ 10ാമത്തെ അവതാരമാക്കി വെച്ചിരിക്കുന്നത് ബുദ്ധനെയാണ്. 10ാമത്തെ അവതാരമായി വെച്ചിരിക്കുന്നത് ബുദ്ധനെയാണ്. 11ാമത്തെ അവതാരമായിട്ടാണ് കൽക്കിയെ വെച്ചിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ അല്ല. നിങ്ങൾ നോക്കൂ, എവിടുന്നാണ് 10 അവതാരത്തിന്റെ ആരംഭം നോക്കൂ. അതിൽ ആദ്യത്തെ അവതാരം എന്ന് പറയുന്നത് ഉറക്കെ പറയണം, മത്സ്യാവതാരമാണ്. അത് കഴിഞ്ഞാൽ കൂർമാവതാരമാണ്. അത് കഴിഞ്ഞാൽ വരാഹമാണ്. അത് കഴിഞ്ഞാൽ നരസിംഹം. അങ്ങനെ പോകുന്നു അവതാരങ്ങൾ ഇല്ലേ? നമ്മളൊന്നും നമ്മുടെ പരിണാമവുമായിട്ട് ഇതിനെ ചേർത്ത് വെച്ചാൽ, ഡാർവിയൻ തിയറി ഒക്കെ ആയിട്ട് വെച്ച് നോക്കിയാൽ, എവല്യൂഷൻ ഒക്കെ ആയിട്ട് വെച്ച് നോക്കിയാൽ, അമീബയിൽ നിന്ന് ജീവൻ പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടായി എന്നാണല്ലോ പഠിപ്പിക്കുന്ന തിയറികളൊക്കെ, എവല്യൂഷൻ തിയറിയൊക്കെ. ഒരു കാര്യം, അമീബയിൽ നിന്നുണ്ടായി എന്നുള്ളതല്ല വിഷയം. ജലത്തിൽ നിന്നാണ് പരിണാമം രൂപപ്പെടുന്നത്. കൊടാനുകോടി വർഷങ്ങൾക്ക് ശേഷം വെള്ളം രൂപപ്പെട്ട് ആ വെള്ളത്തിൽ നിന്നാണ് പരിണാമം ഉണ്ടാകുന്നത്. ഇപ്പൊ ജീവൻ പ്രകടമാവണമെങ്കിൽ ഏത് വേണം? ജലം വേണം. ജീവൻ പ്രകടമാവണമെങ്കിൽ ജലം വേണം. ഇവിടെ നമ്മുടെ അവതാരത്തിൽ ആദ്യമായി അവതരിപ്പിച്ചിരിക്കുന്ന അവതാരം മത്സ്യാവതാരം. ഇപ്പൊ മത്സ്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ജലവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നോക്കൂ, നമ്മൾ ഓരോരുത്തരും ഒരച്ഛന്റെ ശരീരത്തിലെ ബീജാണുവായി അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്ന് വീണവരാണ്. ആണോ? ഓരോ ബീജാണുക്കളും മത്സ്യത്തെ പോലെയാണ് സഞ്ചരിക്കുന്നത്. ഒരു മത്സ്യം പോലെ അത് സഞ്ചരിക്കുകയാണ്. സ്പേമുകൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്, അത് സഞ്ചരിക്കുന്നത് ആരെ പോലെ? മത്സ്യത്തെ പോലെ. അപ്പോ ഏത് പരിണാമത്തിന്റെയും ആദ്യത്തെ പടി ഏത് രൂപത്തിലാണ്? നിങ്ങൾ മത്സ്യം എന്നതിന് മീൻ എന്ന അർത്ഥം എടുക്കണ്ട. അതിന്റെ ചലിക്കുന്ന രൂപത്തെ എടുത്തു കഴിഞ്ഞാൽ ഒരു മത്സ്യരൂപത്തിലല്ലേ ഏത് ജീവന്റെയും വികാസം വരുന്നത്? ആണോ? ആയിരിക്കുമോ അല്ലയോ? ഇപ്പൊ ജീവൻ ചലിക്കുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തിൽ നിന്നും കൂർമ്മത്തിലേക്ക് വരുന്നു. കൂർമ്മത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമയ്ക്ക് വെള്ളത്തിലും ജീവിക്കാൻ പറ്റും, കരയിലും ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിന്റെ മാനസികമായ ശാരീരികമായ ഒരു ബയോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. അത് കുറച്ചുകൂടി കരയിലേക്ക് കൂടി ജീവിക്കാൻ പ്രാപ്തമായി. നമ്മൾ ഓരോരുത്തരും അമ്മയുടെ ഗർഭപാത്രത്തിൽ ഫ്ലൂയിഡിലാണ്, അമ്നോട്ടിക് ഫ്ലൂയിഡിലാണ് കറങ്ങുന്നത്. പക്ഷെ മനുഷ്യ ശരീരം രൂപപ്പെടുന്നു അല്ലേ? മനുഷ്യ ശരീരം ഒരു പ്രകൃതിയിൽ, അതായത് ഭൂമിയിൽ ജീവിക്കാൻ പ്രാപ്തമായൊരു ശരീരരൂപം നമ്മളിൽ രൂപപ്പെടുന്നു. അത് കഴിഞ്ഞാൽ അമ്മ പ്രസവിച്ച് കുട്ടി പുറത്തു വരുന്നു. 3ാമത്തെ അവതാരം ഏതാണ്? വരാഹമാണ്. പന്നിയുടെ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. മണ്ണിലേക്ക് നോക്കി, മണ്ണിലുള്ള ഇരകളെ, അത് മണ്ണാണ് അതിന്റെ ജീവിതം. ആണോ അല്ലയോ? നിങ്ങൾ നോക്കും, മണ്ണിലേക്ക് അത് ഇര തേടാൻ വേണ്ടിയിട്ട് മൂക്കുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ കൊമ്പുകൊണ്ട് മണ്ണിനെ ഇളക്കി അത് മണ്ണിനെടുക്കുന്നത്. ആണോ? അതുപോലെ പലതും അത് മണ്ണുമായി ബന്ധപ്പെട്ടതാണ് ഈ പന്നി. ആണോ? ഏറ്റവും മാലിന്യമുള്ള മണ്ണിൽ കിടക്കുന്ന മാലിന്യങ്ങൾ കഴിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നു. നമ്മളൊരു കുട്ടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടി കൂടുതൽ പ്രകൃതിയിലേക്കാണ് കൂടുതൽ ശ്രദ്ധ തിരിക്കുന്നത്. ആണോ? മണ്ണിലുള്ളത് എന്താണോ അത് കിട്ടിയതൊക്കെ അതെടുത്ത് വായിലിടും. ആണോ? അതിന്റെ ആഹാരം. അപ്പൊ നോക്ക്, പരിണാമത്തിന് അടുത്ത ഘട്ടം അതിന്റെ വിശപ്പടക്കാൻ വേണ്ടി ആഹാരം തേടുന്ന ഒരവസ്ഥ. അത് കഴിഞ്ഞാൽ നരസിംഹ രൂപത്തിലേക്കാണ് കടക്കുന്നത്. മൃഗത്തിൽ നിന്നും മനുഷ്യനിലേക്കുള്ള ഒരു വികാസം. ഇന്ന് ശാസ്ത്രം പോലും സമ്മതിക്കുന്നത് മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് എന്തോ ഒരു ചിമ്പാൻസിയോ അതുപോലുള്ള ഒരു അവസ്ഥയില് മനുഷ്യൻ പണ്ട് ഉണ്ടായിരുന്നു. ഏതോ ഒരു മനുഷ്യനും മൃഗവും കൂടി ചേർന്ന ഒരു ഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ് പിന്നീട് മനുഷ്യനിലേക്ക് പരിണാമം
ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഒരു മനുഷ്യനും മൃഗവും കൂടി സംയോജിതമായ ഒരു അവസ്ഥ മുമ്പുണ്ടായിരുന്നെങ്കിൽ ഭാരതത്തിലെ പൂർവികന്മാർ അങ്ങനെ ഒരു രൂപത്തെ ചിത്രീകരിച്ചിരിക്കുന്നതാണ് മനുഷ്യനും നരനും സിംഹവും കൂടി ചേർന്നൊരവസ്ഥ. മനുഷ്യന്റെ ശരീരം സിംഹത്തിന്റെ തല വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ സയൻസും അംഗീകരിക്കുന്നുണ്ട്. പൂർണ്ണ മനുഷ്യൻ വരുന്നതിന് മുമ്പ് മനുഷ്യൻ മൃഗവും മനുഷ്യനും ഉറക്കെ പറയൂ ചേർന്നൊരവസ്ഥയിലായിരുന്നു. നമ്മുടെ പൂർവികർ അതിനു വേണ്ടി തന്നിരിക്കുന്ന രൂപമാണ് ഏത്? നരസിംഹാവതാരം. അത് കഴിഞ്ഞൊരു പൂർണ്ണ മനുഷ്യന്റെ വടുവിന്റെ രൂപത്തിൽ, അതും ശാസ്ത്രം സമ്മതിക്കുകയാണ്, ആദ്യകാലത്തുള്ള മനുഷ്യൻ സ്പീഷീസ് എല്ലാം ഈ ഭൂമിയിലെല്ലാം ഉയരം കുറഞ്ഞ മനുഷ്യരായിരുന്നു, ഡാർഫുകളായിരുന്നു, ഉയരം കുറഞ്ഞവർ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആദ്യകാലത്തെ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായവർക്ക് ഉയരം കുറഞ്ഞവരായിരുന്നു. അത് കഴിഞ്ഞ് അടുത്തൊരു പരിണാമത്തിലേക്ക് വരുമ്പോഴാണ് ഇന്നത്തെ ചന്ദനച്ചാർത്തിൽ കാണുന്ന ആര് വരുന്നത്? പരശുരാമൻ. നമ്മുടെ കേരളത്തിലുണ്ടല്ലോ കുറെ അബദ്ധങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച. ഹിന്ദു മോശമല്ല, കാരണം ഹിന്ദു അല്ലല്ലോ, ഹിന്ദു ജന്തുവാണ്. വിവരക്കേട് വിളിച്ചു പറയാൻ നമ്മളും മുന്നിലാണ്. നമ്മളൊക്കെ പറഞ്ഞ് പാടി നടക്കുന്ന ഒരു കാര്യമാണ് പരശുരാമൻ എങ്ങാണ്ട് നിന്നോ മഴ എറിഞ്ഞപ്പോൾ ഉണ്ടായ ഇതല്ലേ ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്? ആണോ? നോക്കൂ, എന്തൊരു അബദ്ധമാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതാര് പ്രചരിപ്പിച്ചു എനിക്കറിയില്ല. ഇതിപ്പോ കുട്ടികൾ ലേശം ബോധമുള്ളവരായല്ലോ, നിങ്ങളെ കറക്കി വട്ടത്തിലിരുത്തവര്. പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായതെന്ന് ഒരു വശത്ത് പറയുന്നു. ഇവിടെ വേറൊരു ഭാഗത്താണെങ്കിൽ ഓണം ആഘോഷിച്ച് വാമനനെ സ്വീകരിക്കുന്നു. കേരളത്തില് ഇവിടെ ഓണം ആഘോഷിക്കണമെങ്കിൽ വാമനനെ വാമനൻ മഹാബലി എന്ന് 3 അടി മേടിക്കുന്ന ആളോ ഓണത്തിന്റെ കഥകള് ആണോ? അപ്പൊ ആര് വേണം ഇവിടെ? വാമനൻ വരണം. വാമനനും മഹാബലിയും കേരളത്തിൽ ഭരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ കഥകൾ ഉണ്ടാവുന്നത്. അപ്പൊ പരശുരാമൻ വരുന്നതിന് മുമ്പ് മനസ്സിലായില്ല. ഹേയ്, വാമനൻ വരണമെങ്കിൽ കേരളം വരണ്ടേ? അപ്പം പരശുരാമൻ വരുന്നതിന് മുമ്പ് എന്തുണ്ട്? ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? മോനെ, നിനക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ എന്ന്. കാരണം നമ്മൾ വട്ടത്തില്ലേ, നമുക്ക് ഉത്തരവില്ല. അതിന് ചോദ്യത്തിന് ഉത്തരമില്ല. ഉണ്ടോ ഇല്ലയോ? നോക്കൂ നിങ്ങൾ, നമ്മൾ എന്തൊക്കെ തെറ്റുകളാ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കണം. ഒരു കരയും ഒരു പരശുരാമനും ഉണ്ടാക്കിയതല്ല. ആയുധം കയ്യിൽ വെക്കുന്നത് സിവിലൈസേഷൻ. കാട് പിടിച്ച സ്ഥലത്തെ വെട്ടണം. അപ്പോഴാണ് അവിടെ വീടുകൾ വെക്കാൻ പറ്റുക, അവിടെ കൃഷിക്ക് അനുയോജ്യമാക്കാൻ പറ്റുക. അതിനെന്ത് വേണം? ആയുധം. അതൊരു വികസനത്തിന്റെ, ഇന്നിപ്പം വികസനം എന്ന് വെറുതെ പറഞ്ഞു നടക്കുന്നവരാണ്. ഒരു വികസനവും ഇല്ല. എന്നാൽ വികസനത്തിന്റെ ആദ്യത്തെ പ്രതീകമാണ് ആര്? ഉറക്കെ പറയൂ നിങ്ങൾ. വികസനം ഉണ്ടെങ്കിലേ മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ളൂ. കേരളത്തെ മനുഷ്യവാസമാക്കി തീർത്ത അവതാര പുരുഷനാണ് പരശുരാമൻ. അതല്ലേ കുറേം കൂടി നല്ല വ്യാഖ്യാനം? എന്തോന്നും മിണ്ടാത്തത് നിങ്ങള്? അതോ പരശുരാമൻ മഴ ഒരൊറ്റയേററിഞ്ഞപ്പോ അതൊരു സ്ഥലത്ത് വീണപ്പോ അവിടെ കര അങ്ങോട്ട് പൊങ്ങി വന്നു, ഇതാണോ ശരി? എന്തോന്നും മിണ്ടാത്തത്? ഈ തരത്തിൽ നമ്മള് പരശുരാമൻ മഴ എറിഞ്ഞ് ഭൂമി ഉണ്ടായി, കേരളം ഉണ്ടായി എന്ന് പറയുന്നതാണോ ശരി? അതോ ഈ കേരളത്തെ മനുഷ്യവാസമാക്കി കൃഷിഭൂമിയാക്കി അവിടെ മനുഷ്യന് ജീവിക്കാൻ അനുയോജ്യമാക്കി തീർത്ത അവതാരമൂർത്തിയാണ് ഇപ്പൊ എന്താ പറയുന്നത്? മനുഷ്യന് ജീവിക്കണമെങ്കിൽ അവൻ ലോകത്തിനൊപ്പം വളരണം, ടെക്നോളജി വേണം. ഇന്നായിരുന്നു പരശുരാമൻ അവതരിച്ചെങ്കിൽ ഇന്ന് പരശുരാമന്റെ കയ്യിൽ മഴുവല്ല, ലാപ്ടോപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇന്ന് പരശുരാമൻ അവതരിക്കുന്ന സമയത്ത് പരശുരാമന്റെ കയ്യിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൊബൈൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. കാരണം ഇന്ന് ഇതുണ്ടെങ്കിൽ ലോകം നമുക്ക് ലോകത്തോടൊപ്പം വളരാൻ പറ്റുള്ളൂ. ആണോ അല്ലയോ? അപ്പൊ ലോകത്തോടൊപ്പം നമ്മൾ വളരണമെങ്കിൽ ബുദ്ധിപരമായ വികാസം. നിങ്ങൾ നോക്കൂ, ഇവിടെ എന്തുണ്ടോ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. പരിണാമം എന്ന് പറയുന്നത് ഇല്ലാത്തത് ഉണ്ടാക്കുന്നതല്ല. പരിണാമം എന്ന് പറയുന്നത് ഉള്ളതിനെ വികസിപ്പിക്കുന്നതാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ബുദ്ധിയെ വികസിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ആ വികസിക്കാനുള്ള സാധ്യതകളൊക്കെ ഒരാളുടെ ഉള്ളിൽ പൊട്ടൻഷ്യലായി ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒന്നും വികസിപ്പിക്കാൻ സാധ്യല്ല. യു കാൺ ക്രിയേറ്റ് എനർജി, യു കാൺ ഡിസ്ട്രോയ് എനർജി. വാട്ട് എവർ ഈസ് പൊട്ടൻഷ്യലി ദേർ യു ക്യാൻ ഡെവലപ്പ് ഇറ്റ്. ആണോ അല്ലയോ? ഇല്ലാത്തത് ഉണ്ടാക്കാൻ സാധിക്കും, നിങ്ങൾ തെളിയിക്കൂ. ഇല്ലാത്തത് ഉണ്ടാക്കാൻ ഒരു ഋഷിയും പറഞ്ഞില്ല. ഉള്ളതിനെ, അതിന്റെ പോസിബിലിറ്റി, അതിന്റെ പൊട്ടൻഷ്യൽ, അതിന്റെ സാധ്യതകളെ വികസിപ്പിക്കല്ലേ വേണ്ടത്? ആണോ അല്ലയോ? ഈ വികസിപ്പിക്കലാണ് പരശുരാമൻ എന്ന് പറയുന്നത്. കേവലം ഒരു പ്രകൃതിയിലെ ഒരു ജീവിയായി ജീവിക്കാതെ
ഒരായുധം കയ്യിലെടുത്തു എന്ന് പറഞ്ഞാൽ ഒരു വികാസമാണ്, സാധ്യതയാണ്. ആയുധമുണ്ടെങ്കിൽ നമുക്ക് പലതും രൂപപ്പെടുത്താൻ സാധിക്കും. അപ്പൊ ആയുധം കണ്ടെത്തി ആ ആയുധത്തെ കൊണ്ട് ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ള ബുദ്ധിയുടെ വികാസമല്ലേ അത്? എന്താണെന്നും പറയാത്ത നിങ്ങള്. അപ്പൊ ഇതെന്താ നമുക്ക് തരുന്ന സന്ദേശം? നമ്മളും ലോകത്തോടൊപ്പം വികസിക്കേണ്ട സാധ്യതയുണ്ട്. കഴിവില്ലാത്തവരായി ഇവിടെ ആരും ഇല്ല, എല്ലാവരിലും ഉണ്ട്, സാധ്യതയുണ്ട്. പക്ഷെ അടഞ്ഞു കിടക്കുകയാണ്. പലരുടെയും കഴിവുകൾ വികസിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഉള്ളിലുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിതെല്ലാം അടക്കി വെച്ചിരിക്കുകയാണ്. ഒരു വിത്തിന് മുളയ്ക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും ആ മുളയ്ക്കാനുള്ള അതിനുള്ള സാഹചര്യം ഒരുക്കിയാലേ ആ വിത്തിന് വേണ്ട വിധത്തിൽ വികസിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് അതിനെ ഒരു പാത്രത്തിലിട്ട് അടച്ചിട്ട് കഴിഞ്ഞാൽ ആ വിത്തിന് മുളയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിലും ആ വിത്ത് ഒരിക്കലും മുളയ്ക്കുകയില്ല. ഇതുപോലെ ഇവിടെ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, ബുദ്ധിപരമായി വികസിക്കാനുള്ള സാധ്യത അതിന്റെ പ്രതീകമാണ് പരശുരാം. അത് കഴിഞ്ഞാൽ അടുത്ത അവതാരം ആരാണ്? ശ്രീരാമനാണ്. കുറച്ചുകൂടിയും ധാർമ്മികമായ ശ്രീരാമസ്വാമിയിലേക്ക് എത്തുമ്പോണ്ടല്ലോ, ശ്രീരാമസ്വാമി ലോകത്തിന് ധർമ്മത്തിന്റെ പ്രതിപുരുഷനായിട്ടാണ് നിൽക്കുന്നത്. ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന് ധർമ്മത്തിലൂന്നിയ ജീവിതം, രണ്ട് അധർമ്മത്തെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള കൂട്ടായ്മ. കാരണം മനുഷ്യന് ബുദ്ധിയുള്ളത് കൊണ്ട് മനുഷ്യനിൽ സ്വാർത്ഥത വരും. ഈ സ്വാർത്ഥത വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം മറ്റുള്ളവർക്കൊരു ഭാരമായി മാറും. ഈ പ്രപഞ്ചം നമ്മൾ ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ്, ഒരു കലക്റ്റീവ് എക്സിസ്റ്റൻസ് ആണ്. ഇവിടെ എല്ലാം പാരസ്പര്യതയിൽ ജീവിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ശരീരം നിലനിൽക്കണമെങ്കിൽ ഓക്സിജൻ വേണം, നമ്മുടെ ശരീരം നിലനിൽക്കണമെങ്കിൽ കുടിക്കാൻ വെള്ളം വേണം, സൂര്യപ്രകാശം വേണോ? എന്നാൽ ഈ പ്രകൃതിയെ നമ്മൾ താളം തെറ്റിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ അധർമ്മം എന്നുള്ള വാക്കിനെ പ്രകൃതിയുടെ തലത്തിൽ ചിന്തിക്കുക. പ്രകൃതിയെ നമ്മൾ പൊല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറഞ്ഞ, കാർബൺ എമിഷൻ എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ കൂടിക്കഴിഞ്ഞാൽ മനുഷ്യനിവിടെ ജീവിക്കാൻ പറ്റുമോ? അപ്പൊ ആ അധർമ്മത്തെ മാറ്റി നിർത്തി മനുഷ്യനിവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കണ്ടേ? അപ്പൊ സ്വാർത്ഥ മനസ്സുകൾ കൂടുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ സമാധാനം, അവർക്ക് പറയൂ, നഷ്ടപ്പെടുന്നു. കുറെ പേർക്ക് ദുരിതങ്ങൾ ഉണ്ടോ? അപ്പൊ സ്വാർത്ഥതയെ നിയന്ത്രിക്കണം. മനുഷ്യൻ പരസ്പരം ഒരു ഐക്യവും ഒത്തൊരുമയും ഉള്ള ആളുകളായിരിക്കണം. ശ്രീരാമസ്വാമിയെ ഇന്ന് എന്തുകൊണ്ടാണ് അയോധ്യയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ശ്രീരാമസ്വാമി അങ്ങനെ ഒരു ലിങ്ക് ഉണ്ടാക്കി. നിങ്ങൾ നോക്കൂ, 3 രാജ്യങ്ങളിൽ, ഒന്ന് അയോധ്യയിൽ സാഹോദര്യ ബന്ധങ്ങള്, എല്ലാവരുമായിട്ടുള്ള നല്ല ബന്ധം ശ്രീരാമസ്വാമിക്ക് ഉണ്ടായിരുന്നോ? അതുപോലെ തന്നെ അടുത്ത കിഷ്കിന്ധ എന്ന് പറയുന്ന രാജ്യത്ത്, അവിടെ ബാലി തുടങ്ങിയിട്ടുള്ള ആ സ്വാർത്ഥ ചിന്തകളെ മാറ്റി നിർത്തി സുഗ്രീവൻ തുടങ്ങിയിട്ടുള്ള നല്ല മനസ്സുകളെ കൂട്ടിച്ചേർത്തു. ഇതുപോലെ ലങ്കയിൽ ചെല്ലുന്നു, അവിടെയും രാവണൻ പോലുള്ള സ്വാർത്ഥ മനസ്സുകളെ മാറ്റി നിർത്തി അവിടെയും ഒരു നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു രാജ്യം, ചുറ്റുമുള്ള സമീപ രാജ്യങ്ങളെല്ലാം ഒരു ധാർമ്മിക ചിന്തയിൽ ഉണ്ടാകുമ്പോഴല്ലേ ശരിക്കും പ്രോഗ്രസ് ഉണ്ടാകുന്നത്? ആണോ ഇല്ലയോ? അപ്പൊ ഇത് മനുഷ്യന് വേണ്ടതാണ്, ധാർമ്മികത. എന്താണ് ധാർമ്മികത എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, നന്മ ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാകുന്നതോടൊപ്പം തിന്മ ചെയ്യുന്നവരെ മാറ്റി നിർത്തുക എന്നുള്ളത്. അപ്പൊ ശ്രീരാമസ്വാമിയുടെ അവതാരമാണ് ധർമാവതാരം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത അവതാരമാണ് ബലരാമസ്വാമിയുടെ അവതാരം. ബലരാമസ്വാമി കർഷകരായിട്ടാണ് വരുന്നത്. കയ്യിൽ എന്താണ്? കലപ്പയാണ്. ഇന്ന് ലോകത്തിന് വലിയ സന്ദേശവും അതാണ്. നമ്മുടെ കേരളമുണ്ടല്ലോ, ഇക്കാര്യത്തിൽ വളരെ പുറകിലേക്ക് പോയി. കാശ്, ഇന്ന് ധാരാളം പണം കേരളത്തിൽ വരുന്നുണ്ട്. പണം ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. അവിടെയൊക്കെ പുതിയ പുതിയ ചിന്താധാരകളിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളം വളരെ പുറകിലായിപ്പോയി. ഞാനിപ്പോ അടുത്ത കാലത്ത് ദുബായിൽ പോയപ്പോ അവിടെ കൃഷി ചെയ്യുന്നതാണ് കാണുന്നത്, ഗോതമ്പ് കൃഷി. അവിടെ കൃഷി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ചകിരിച്ചോറ് പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നുകൊണ്ട് ആ കളിമണ്ണിൽ അവർ ആ ചകിരിച്ചോറ് ചേർത്തുകൊണ്ട് അവരവിടെ ഗോതമ്പ് കൃഷി. എന്താ അറിയോ, ഇനിയിപ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം കുറഞ്ഞു വരികയാണ്. പുതിയ ടെക്നോളജി, ഇപ്പൊ നമുക്കറിയാലോ, പുതിയ കാറുകൾ വരികയാണ്, ബാറ്ററി കാറുകൾ വരികയാണ്, ഇലക്ട്രിക് കാറുകൾ വരികയാണ്. ആണോ? ഈ സാധനമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ പെട്രോളും ഡീസലൊന്നും പഴയതുപോലെ ചെലവാവില്ല. അപ്പൊ അവർക്ക് വരുമാനം വരില്ല. വരുമാനമില്ലെങ്കിൽ അവർക്ക് ആഹാരം കഴിക്കാനുള്ള
കഴിവുണ്ടാവില്ല. അപ്പൊ അവർ ആഹാരം ഉണ്ടാക്കണം, വേണോ വേണ്ടയോ? ഈ കേരളം ഒന്നും അത് ചിന്തിക്കുന്നേയില്ല. നമ്മൾ വളരെ പുറകിലായിപ്പോയി. അന്ന് ബലരാമസ്വാമി തന്നിരിക്കുന്ന ഒരു സന്ദേശം ഇതാണ്: മനുഷ്യൻ ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? കൃഷി വേണം. കൃഷിയെ വിട്ടിട്ട് നമ്മൾ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. കാരണം മനുഷ്യന് ആത്യന്തികമായി ജീവിക്കാൻ ആഹാരം വേണം. ആഹാരം അവൻ കൃഷി ചെയ്ത് താനും ഉണ്ടാകുമോ? എന്തോന്നും മിണ്ടാത്തത് നിങ്ങൾ. ഇന്ന് നമ്മളിവിടെ ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആന്ധ്രക്കാരന്റെ അരിയും അതുപോലെ തന്നെ ഒറീസക്കാരന്റെ ഉലുവയും UP-ക്കാരന്റെ കടുകും പയറും ഗുജറാത്തിയുടെ പല സാധനങ്ങളും കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ ഞാനും നിങ്ങളിവിടെ സപ്താഹം കേട്ടിട്ടിരിക്കുന്നത്. ആ സംസ്ഥാനങ്ങളിലുള്ളവര് പറയാണ് ഞങ്ങളുടെ കടുകു ഉലുവീനി അങ്ങോട്ട് അയക്കില്ല എന്ന്. ആന്ധ്രക്കാരൻ പറയാണ് നിങ്ങൾ അരി കഴിച്ചത് മതി എന്ന്. നിങ്ങൾ ഒരു സപ്താഹവും കേൾക്കാൻ വരില്ല ഇങ്ങോട്ട്. നിങ്ങൾ പറമ്പിൽ വല്ലതും കൃഷി ചെയ്യാൻ പറ്റുമോ നോക്കും. ആ കോവിഡിന്റെ കാലത്ത് എന്ത് മെനക്കെട്ട് കൈക്കോട്ടെടുത്ത് കൊത്തലായിരുന്നു. കാരണം ഒന്നും വരുന്നില്ല. അതുകൊണ്ട് പലരും വീട്ടിന്റെ അകത്ത് കൃഷി ചെയ്യാൻ, അകത്തല്ല പുറത്ത്, മനസ്സിലായില്ലേ? കൃഷി ചെയ്യാൻ തുടങ്ങി. ഉണ്ടോ ഇല്ലയോ? എന്തോന്നും മിണ്ടാത്തത് നിങ്ങള്. അപ്പൊ വേണ്ടി വന്നാൽ ചക്ക വേരിലെ കായ്ക്കും. നമുക്ക് മലയാളികൾക്ക് അത് മനസ്സിലായില്ല. കാരണം നമുക്ക് അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് സിസ്റ്റം ഇല്ല. എനിക്കൊരു വേദനാത്മകമായിട്ടുള്ള അനുഭവം തോന്നിയിട്ടുള്ളത്, പല സംസ്ഥാനങ്ങളിലും നിങ്ങൾ കണ്ടില്ലേ വൈകുന്നേരം തൊഴിലുറപ്പ് പരിപാടി കണ്ടില്ലേ നിങ്ങള്? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങള്? എന്തൊരു പാവങ്ങളെ പിടിച്ച് ഈ പലയിടത്തും ചെത്തിക്കളഞ്ഞ. കഴിഞ്ഞ ദിവസം ഒരു വൈദ്യര് പറയാണ് ഉള്ള പച്ചമരുന്ന് മുഴുവൻ ചെത്തിക്കളഞ്ഞവരുന്നു. ഇനി ഒരു പച്ചമരുന്ന് പോലും കിട്ടാൻ വഴിയില്ല. എന്നാൽ ഈ ആന്ധ്രാപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ ഈ ആളുകളെ വെച്ചിട്ട് അവര് പച്ചക്കറി കൃഷി ചെയ്ത് ആ നാട്ടിലേക്ക് വേണ്ടുന്ന പച്ചക്കറി അവിടെ ഉൽപ്പാദിപ്പിച്ചു. അതായിരുന്നു ബലരാമസ്വാമിയുടെ അവതാരം കൊണ്ട് ചെയ്യേണ്ടത്. ഈ ആളുകളെ വെച്ച് ഇവിടെ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചിരുന്നെങ്കിൽ ഈ കേരളം ഇന്ന് തമിഴ്നാട്ടിലുള്ള വിഷമടിച്ച സാധനം ഇവിടെ കഴിക്കണ്ട. ഇപ്പൊ നിങ്ങളൊക്കെ വണ്ണം വെച്ചിരിക്കുന്നത്, പലരും വണ്ണം വെച്ചിരിക്കുന്നത് കഴിച്ചിട്ടല്ല, അവരുടെ സാധനം അടിച്ചു കയറ്റി കഴിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ഇരിക്കുന്നത്. ഉള്ള വിഷം മുഴുവൻ നമ്മുടെ ശരീരത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉള്ള ഒരു സംസ്ഥാനം കേരളമായി തീർന്നത്. ആണോ അല്ലയോ? ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗി. കാരണം ഈ വിഷം അടിച്ച് കയറ്റിയത് മുഴുവൻ ശരീരത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ബലരാമസ്വാമിയെ വെറുതെ നമ്മൾ പൂജിച്ചാൽ മാത്രം പോരാ. ഒരു വലിയ സന്ദേശമാണ്. ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണമെങ്കിൽ ആരോഗ്യമുള്ള ആഹാരം കഴിക്കണം. പക്ഷെ അത് ആര് തരും? വെറുതെ നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് ആരോഗ്യം ഉണ്ടാകുമോ? അതൊക്കെ നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അത് തിരിച്ചെടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ കുട്ടികളിൽ ബോധവൽക്കരണം ഉണ്ടാക്കേണ്ടതുണ്ടോ? എന്താ മിണ്ടാത്തത് നിങ്ങള്? ഒരു അമ്പലത്തിൽ പോയി നമ്മൾ ജസ്റ്റ് പ്രാർത്ഥിക്കുക മാത്രമല്ല, അവിടുന്ന് എടുക്കുന്ന ഊർജമാണ്, അവിടുന്ന് എടുക്കുന്ന അറിവാണ് സമൂഹത്തിലേക്ക് വേണ്ടത്. നമ്മുടെ ഭാരതത്തിൽ ഇത്രയും അറിവുണ്ടായിരുന്നു, പക്ഷെ എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടു പോയി. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇതിന്നൊക്കെ വിമുഖത കാണിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ബലരാമസ്വാമി നമ്മളെ പഠിപ്പിക്കുന്നത്, കലപ്പ വെച്ച ബലരാമസ്വാമി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണമെങ്കിൽ ആരോഗ്യം തരുന്ന ആഹാരം നമ്മൾ കഴിക്കേണ്ടതുണ്ട്. വേണ്ടേ? ഇനി അടുത്ത അവതാരമാണ് കൃഷ്ണാവതാരം. കൃഷ്ണാവതാരത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്, ഭഗവാൻ കൃഷ്ണൻ പലതുകൊണ്ടും മനസ്സിന്റെ പല തലങ്ങളിലേക്ക് ഉയർന്ന അവതാര പുരുഷനാണ്. ആര്? കൃഷ്ണൻ. സംഗീതമുണ്ട്, നൃത്തമുണ്ട്, ഉണ്ടോ? അറിവുണ്ട്, കഴിവുണ്ട്. പല തലങ്ങളിലേക്കും മനുഷ്യ മനസ്സിനെ ഉയർത്താൻ അതിന് സാധിക്കുന്ന അവതാരമൂർത്തിയാണ് ആര്? കൃഷ്ണൻ. കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം എന്താ അറിയോ? ജീവിതം ഒരിക്കലും തളർന്നിരിക്കാനുള്ളതല്ല. ജീവിതത്തിൽ തളരുന്നതിന് കാരണം മനസ്സെവിടെയോ ചില സങ്കുചിത ചിന്തകളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ആ ചിന്തകളിൽ നിന്നും മനസ്സിനെ ഉയർത്തണമെങ്കിൽ നിങ്ങൾക്ക് ഭക്തി ഉണ്ടാവണം. ഭക്തി എന്ന് പറയുന്നത് കേവലം തൊഴുതു പോകുന്നതല്ല. ഒരു ഭാഗത്ത് അല്പനേരം ഇരുന്ന് ദിവസവും കുറച്ച് നാമസങ്കീർത്തനങ്ങളും സത്സംഗങ്ങളും ചെയ്തുകൊണ്ട് മനസ്സിനെ ഊർജമുള്ളതാക്കി മാറ്റി, അതേപോലെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് ഊർജമുള്ള മനസ്സാക്കി മുന്നോട്ട് നീങ്ങുമ്പോൾ ആ വ്യക്തികളെ തളർത്താൻ വിധിക്ക് പോലും സാധിക്കില്ല. കൃഷ്ണൻ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം നിങ്ങളുടെയൊക്കെ മനസ്സിൽ കിടക്കട്ടെ. അലസമാകുന്ന മനസ്സ് അവശ്യമായ ജീവിതം തരും. എന്താണ്? അലസമായൊരു മനസ്സ് അവശ്യമായൊരു ജീവിതം തരും. വേണോ? അലസമാക്കരുത് മനസ്സിനെ. എപ്പോഴും
ഉണർവുള്ള ഊർജമുള്ള മനസ്സാക്കി മാറ്റണമെങ്കിൽ എപ്പോഴും അതിനെ ഭക്തിയിലേക്കും സത്സംഗങ്ങളിലേക്കും, ക്ഷേത്രത്തിലേക്കൊക്കെ അതിനാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്. രാവിലെ എണീറ്റ് അമ്പലത്തിലേക്ക് വരുമ്പോൾ ഊർജമുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാകുന്നു. ആ ഊർജമുള്ള മനസ്സ്, ഉത്സാഹമുള്ള മനസ്സ് അത് താനെ വരുന്നതല്ല, നിരന്തരമായ പരിശീലനത്തിലൂടെ വരുന്നതാണ്. മനസ്സിലാവുണ്ടല്ലോ? വീട്ടിലിരുന്ന് രാവിലെ ട്യൂഷന് പറഞ്ഞയച്ചാൽ ഇത് വരില്ല. അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ ഈ രാവിലെയും വൈകുന്നേരം ട്യൂഷൻ അയക്കുന്ന പരിപാടി നിർത്തുക. അമ്പലങ്ങളിൽ കൊണ്ടുവരിക. അമ്പലങ്ങളിൽ കൊണ്ടുവന്ന് കുട്ടികളെ നാമം ജപിപ്പിക്കുക. ഇങ്ങനെ അമ്പലങ്ങളിൽ പല സത്സംഗങ്ങളും ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ഭജനകൾ പാടിപ്പിക്കുക. ദയവ് വിചാരിച്ച് കുട്ടികളെ ട്യൂഷന് പറഞ്ഞയക്കുന്ന പരിപാടികൾ നിർത്തുക. നിങ്ങളുടെ കുട്ടികളെ ട്യൂഷന് പറഞ്ഞയക്കേണ്ട കാര്യമില്ല. അവര് ബുദ്ധിയുള്ളവരാണ്. അവരെ മനസ്സിനെ നിങ്ങൾ കഴിവുള്ളവരാക്കൂ. അവരുടെ കഴിവുകൾ താൻ അവർ കണ്ടെത്തിക്കൊള്ളും. നിങ്ങൾ വിചാരിക്കേണ്ട അവർ കഴിവില്ലാത്തവരാണ്. മനസ്സിന് ഊർജമില്ലാത്തവര്, മനസ്സിന് ശക്തിയില്ലാത്തവര്, മനസ്സിന് ഉത്സാഹമില്ലാത്തവര് എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല. വെറുതെ കുറെ എഞ്ചിനീയർ ആവാം, കുറെ ഡോക്ടർ ആവാം എന്നല്ലാതെ അവർ കഴിവുള്ള വ്യക്തികളായി മാറണമെന്നുണ്ടെങ്കിൽ കഴിവെന്ന് പറയുന്നത് ഒരാളുടെ ഊർജവുമായി ഉത്സാഹവുമായി ബന്ധപ്പെട്ടതാണ്. ആണോ അല്ലയോ? മനസ്സിന് ഉത്സാഹമില്ലാത്തവർക്ക്, മനസ്സിന് ഊർജമില്ലാത്തവർക്ക് ഇതുവരെ കഴിവുകൾ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ക്ഷേത്രത്തിൽ അതിനാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്. രാവിലെ നമ്മൾ കൊണ്ടുവരുന്നു, വൈകുന്നേരം കൊണ്ടുവരുന്നു. ഒരു ശീലം നമ്മുടെ മലയാളികൾക്ക് ഇത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഈ ദശാവതാര സത്സംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്സവം കഴിഞ്ഞു, പൂരം കഴിഞ്ഞു, പിന്നെ ഒക്കെ കണക്ക് തന്നെ. പിന്നെ എല്ലാം വൈകുന്നേരം സീരിയലും കണ്ട് കുട്ടികളെ ട്യൂഷനും പറഞ്ഞയച്ച് ഈ തരത്തിൽ നമ്മളെ ഹിന്ദു മതം പുറകോട്ട് പോയി. കുറെ എഞ്ചിനീയേഴ്സിനെയും എൻട്രൻസ് എഴുതി ഡോക്ടർമാരെയും ഉണ്ടാക്കുന്ന ആവരുത് നമ്മൾ. എഞ്ചിനീയറും ഡോക്ടറും ആവണം, പക്ഷെ അത് കഴിവുള്ളവരാവണം, മിടുക്കുള്ളവരാവണം. അങ്ങനെയുള്ള മിടുക്കുണ്ടാവണമെങ്കിൽ മനസ്സിന് അത്രയും ഒരു ആത്മീയമായൊരു ഊർജം ഉണ്ടാവണം. അതിനാണ് കൃഷ്ണൻ ജീവിച്ചത്. കൃഷ്ണന്റെ ഹോൾ ലൈഫ് അതിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, കൃഷ്ണൻ എത്രമാത്രം കുരുത്തക്കേട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ദൈവീക ഭാവത്തിൽ കൃഷ്ണനെ പൂജിക്കുന്നത് എന്തുകൊണ്ടാണ്? കുളിക്കാൻ പോയ സ്ത്രീകളുടെ തുണിയെടുത്ത് മാറ്റിവെച്ച കൃഷ്ണൻ അല്ലേ? ആണോ? കുളിക്കാൻ പോയ സ്ത്രീകളുടെ തുണിയെടുത്ത് മാറ്റുന്ന കൃഷ്ണന്റെ ചിത്രം ഭാഗവതത്തിലുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇന്നാണെങ്കിൽ കൃഷ്ണൻ എവിടെയായിരിക്കും കിടക്കുകയെന്നറിയോ? ഇന്ന് അതിന് പോക്സോ കേസ് എന്നാ പറയുക. അകത്തുനിന്ന് പുറത്തു വരില്ല കൃഷ്ണൻ, ജനിച്ചിടത്തേക്ക് തന്നെ പോണ്ടി വരും. ആണോ ഇല്ലയോ? എന്നിട്ട് നമ്മൾ കൃഷ്ണനെ ആരാധിക്കുന്നത്? കൃഷ്ണൻ എത്രയോ കല്യാണം കഴിച്ചു എന്നാ പറയുന്നത്. ആണോ? 8ഓളം കല്യാണം കഴിച്ച കഥകളാണ് പറയാനുള്ളത്. ആണോ? പിന്നെ 16,000 വേറെയും. ആണോ അല്ലയോ? അങ്ങനെയുള്ള ഒരു കൃഷ്ണനെ നമ്മൾ ആരാധിക്കുന്നു. എന്തുകൊണ്ട്? കാരണം കൃഷ്ണൻ ഊർജത്തോടെ ഉത്സാഹത്തോടെ ജീവിച്ചു എന്ന് മാത്രമല്ല, ജീവിച്ചു പോയപ്പോൾ മറ്റുള്ളവർക്കും ആ ഊർജം ഉത്സാഹവും പകർന്നു തന്ന് നമ്മളോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഇരുന്ന് കരയരുത്. കരയുന്നവർ ദുർബലരാണ്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തക്ത ഉത്തിഷ്ട പരന്തപ. മനസ്സ് ദുർബലമാകുമ്പോഴാണ് കരയേണ്ടി വരുന്നത്. ദുർബലമായി ജീവിക്കരുത്. ഊർജത്തോടുകൂടി ജീവിക്കണമെങ്കിൽ ഊർജമുള്ളൊരു ജീവിതം രൂപപ്പെടുത്തണം. താനെ വരില്ല, പ്രാർത്ഥിച്ചാൽ വരില്ല. പ്രാർത്ഥന എന്ന വാക്കിനൊക്കെ എപ്പോഴും അർത്ഥം കണ്ടെത്തേണ്ടത് പരിശീലനം എന്താണ്? പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പരിശീലിക്കുക. കാരണം പരിശീലനത്തിലൂടെ മാത്രമേ പരിവർത്തനം. ഉറക്കെ പറയൂ. അപ്പൊ രാവിലെയും വൈകുന്നേരം ഒക്കെ കുട്ടികളെ നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയാൽ ഒരു പരിവർത്തനം ഉണ്ടാവില്ലേ? എന്താവുന്നു മിണ്ടാത്തത് നിങ്ങൾ? ഒരു പുതിയ ജീവിതക്രമം നമ്മൾ രൂപപ്പെടുത്തണ്ടേ? വേണോ വേണ്ടയോ? വേണം. ട്യൂഷൻ ഒന്നും പറഞ്ഞയക്കരുതേ, നിർത്തൂ അതൊക്കെ പരിപാടികൾ. കുട്ടികൾ മിടുക്കന്മാരാണ്, കഴിവുള്ളവരാണ്. നമ്മൾ ഈ ക്ഷേത്ര സംസ്കാരത്തിലൂടെ നമുക്ക് നോക്കാം. വലിയ കഴിവുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റും, ഉറപ്പാണ്. 101% ഞാൻ ഗ്യാരണ്ടി തരികയാണ്. നിങ്ങൾ രാവിലെയും വൈകുന്നേരം കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടു നോക്കൂ. ആ കുട്ടികൾ ഏറ്റവും മിടുക്കന്മാരെ. വെറുതെ തൊഴുതു പോകരുത്. എന്ത് ചെയ്യണം? അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നാമം ജപിപ്പിക്കണം. അവരോട് പറയരുത് 108 തവണ നാമം ജപിക്കാൻ പറയാ. നിങ്ങളും അങ്ങനെ ജപിച്ച് പോവുക. അപ്പൊ ആ മനസ്സ് കൂടുതൽ നാമത്തോട് അടുക്കും തോറും, ആ ഊർജത്തോട് അടുക്കും തോറും മനസ്സിന് പരിവർത്തനം ഉണ്ടാവും. കൃഷ്ണൻ എന്ന വാക്കിന് തന്നെ അർത്ഥം കർഷണം എന്നാണ്. ആകർഷണമുള്ള മനസ്സാക്കി മാറ്റണം. കഴിവുള്ള മനസ്സാക്കണം, കരുത്തുള്ള മനസ്സാക്കണം. ഊർജമുള്ള മനസ്സിനെ ഒരു ആകർഷണമുള്ളൂ. ഒരു ഡള്ളായി കിടക്കുന്ന മനസ്സിനെ, അവശമായി കിടക്കുന്ന മനസ്സിന് ഒരു ആകർഷണവും ഇന്നുവരെ എന്തോന്നും മിണ്ടാത്തത് നിങ്ങള്? ഉറക്കെ പറയൂ നിങ്ങള്. ഒരു ഉത്സാഹമില്ലാത്ത മനസ്സിന് ആകർഷണം ഉണ്ടാവില്ല. അപ്പൊ കുട്ടികളുടെ മനസ്സ്, നമ്മുടെ മനസ്സ് ഊർജമുള്ളതാവണ്ടേ, ഉത്സാഹമുള്ളതാവണ്ടേ? വേണോ വേണ്ടയോ? അതുണ്ടാവണമെങ്കിൽ പരിശീലനം വേണം. ഇനി അത് കഴിഞ്ഞാൽ മനസ്സിനെത്താവുന്ന ഏറ്റവും അതിന്റെ പരിസമാപ്തി എന്ന് പറയുന്നത്
പൂർണ്ണതയാണ്. എന്താണ്? ഈ നാമം ജപിച്ച് എങ്ങോട്ടാ മനസ്സ് പോവുക? മനസ്സിനും ഒരു പിന്നിലൊരു ഊർജമുണ്ട്. അല്ലെങ്കിൽ മനസ്സ് എവിടെ നിന്നാണോ പ്രകടമാവുന്നത് അവിടേക്കത് തിരിച്ചെത്തും. ഈ പ്രപഞ്ചത്തിൽ പ്രകടമായതെല്ലാം വന്നതിലേക്ക് തന്നെ തിരിച്ചു പോകണം. അതാണ് പ്രകൃതിയുടെ നിയമം. ഐൻസ്റ്റീൻ പറയുന്നു, എനർജിയിൽ നിന്ന് മാനിഫെസ്റ്റ് ചെയ്തതെല്ലാം തിരിച്ച് എനർജിയായി തന്നെ മാറും, വേറൊന്നും ആവില്ല. നമ്മുടെ പൂർവികര് പറയുന്നു, അവ്യക്താദീനി ഭൂതാനി. കൃഷ്ണൻ പറയുന്ന വാക്കുകളാണ്. അവ്യക്തമായ ശക്തിയിൽ നിന്നും പ്രകടമായത്, വ്യക്തമായതെല്ലാം അവ്യക്തനിധനാന്യേവ. വീണ്ടും അത് ഏതിലേക്ക് പോകണം? ആ അവ്യക്തമായ ശക്തിയിലേക്ക് തന്നെ, പൂർണ്ണതയിലേക്ക് പോകണം. മനുഷ്യന്റെ മനസ്സ് പുഴ എപ്രകാരമാണോ കടലിലേക്ക് ചേരുന്നത്, ഇതുപോലെ നമ്മുടെ പൂർണ്ണതയിലേക്ക് എത്തുന്ന ആ ഒരു അവസ്ഥാന്തരത്തെയാണ് ബോധോദയം എന്ന് പറയാൻ. എന്താണ്? ആ ബോധോദയത്തിന്റെ പ്രതീകമാണ് ബുദ്ധൻ എന്ന് പറയുന്നത്. ഇപ്പൊ 10ാമത്തെ അവതാരമായി ബുദ്ധനെ വെച്ചത് മനുഷ്യന്റെ ബോധതലത്തിൽ അതിനൊരു പൂർണ്ണതയുണ്ടെന്നും ആ പൂർണ്ണതയിലേക്ക്, അതുകൊണ്ടാണ് ബുദ്ധന്റെ ചിത്രം വെക്കുമ്പോൾ ഒരു പൂർണിമ, ബുദ്ധ പൂർണിമ എന്ന് കേട്ടില്ലേ? ഒരു പൂർണ്ണ ചന്ദ്രന്റെ ചിത്രം പുറകിൽ വെക്കുന്ന ബുദ്ധ പൂർണിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ബുദ്ധന്മാരാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ബുദ്ധനല്ല, പകുതി ബുദ്ധനാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാം ബുദ്ധൂസ് എന്നൊരു വാക്ക്. എന്ത് ദിവസമാണ്? ബുദ്ധൂസ്. ആളൊരു ബുദ്ധൂസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയുള്ള ബോധം എന്നർത്ഥം. ആ ബുദ്ധൂസിനെ ആരാക്കണം? പൊട്ടനോ? ബുദ്ധൂസാണ് തന്നെ പൊട്ടനാണ്. ഇനി എന്തിനാ പൊട്ടനാക്കണത്? അല്ലെങ്കിലേ പൊട്ടനാണ്. ആ ബുദ്ധൂസിനെ പിടിച്ച് ബുദ്ധനാക്കണം. ആ ബുദ്ധനാക്കുന്ന ഒരു പരിണാമം ക്ഷേത്രത്തിലൂടെ പോയി നിങ്ങൾ നോക്കും, അവസാനം നമ്മളൊക്കെ ബുദ്ധന്മാരായിത്തീരും, പൂർണ്ണതയുള്ളവരായിത്തീരും. പൂർണ്ണമത പൂർണ്ണമിതം. ഇതാണ് ഭാഗവതമൊക്കെ എത്തിക്കുന്ന സ്റ്റേജ്. ഇതിനെ പറയാ ജീവബ്രഹ്മ ഐക്യം എന്ന് പറയും. എന്താണ്? നിങ്ങൾ ഭാഗവത സപ്താഹം കഴിയുമ്പോൾ 12ാം സ്കന്ധത്തിൽ 13ാം അധ്യായത്തിൽ 12ാം ശ്ലോകത്തിൽ വേദവ്യാസ മഹർഷി പറഞ്ഞെത്തിക്കുന്ന അവിടെയാണ്. അവസാനം പറഞ്ഞ് ഓർമ്മിക്കുന്നതാണ്, സർവവേദാന്ത സാരം. ഈ ഭാഗവതം സർവവേദത്തിന്റെ സാരമാണ്. വസ്തു അദ്വിതീയം ബ്രഹ്മാത്മൈകത്വലക്ഷണം. ഓരോ വ്യക്തികളും അവസാനം പൂർണ്ണത കൈവരിക്കേണ്ടവരാണ്. ദുഃഖവും ദുരിതവും അനുഭവിച്ച് മരിക്കേണ്ടവരല്ല. എത്തേണ്ടത് പൂർണ്ണതയിലേക്കാണ്. ആ പൂർണ്ണതയുടെ പ്രതീകമാണ് 10ാമത്തെ അവതാരമായ ബുദ്ധ അവതാരം. നമ്മുടെ അഷ്ടപതിയില് 10ാമത്തെ അവതാരം ബുദ്ധാവതാരമാണ്. പക്ഷെ പൊതുവെ നമ്മൾ ദശാവതാരം പറയുമ്പോൾ 10ാമത്തെ അവതാരം കൽക്കിയാണ്. വാസ്തവത്തിൽ 11ാമത്തെ അവതാരമാണ് കൽക്കി. 11ാമത്തെ അവതാരമാക്കി കൽക്കിയെ വെച്ചത് ആരാണോ ഈ ജീവിതത്തിൽ പൂർണ്ണത കൈവരിക്കാത്തത്, ആ ബോധം ഉണരാത്തത്, ബോധം ഉദിക്കാത്തത്, അവർക്ക് വീണ്ടും ഒരു പുനർജന്മ ചക്രത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഗീതയിൽ കൃഷ്ണൻ പറയും, മാമുപേത്യതു കൗന്ദേയ പുനർജന്മന വിദ്യതേ. എന്നിലേക്ക് എത്തിച്ചേർന്നാൽ പിന്നെ ഒരു പുനർജന്മത്തിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തി അർജുന. വീണ്ടും പുനരാവർത്തി വരേണ്ടതുണ്ട്. അതാണ് നിങ്ങളുടെ ഈ നാടിനടുത്ത് കാലടിയിൽ ജനിച്ച ആചാര്യസ്വാമികള് വളരെ വ്യക്തമായി എഴുതി വെച്ചത്, പുനരഭി ജനനം പുനരഭി മരണം പുനരഭി ജനനീ ജഡരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്സാരേ കൃപയാ പാരേ പാഹി മുരാരേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. നോക്കൂ, കാലടി നിങ്ങൾക്ക് വളരെ അടുത്താണ്. അടുത്ത വർഷത്തെ ദശാവതാര ഉത്സവത്തിന് നിങ്ങളെല്ലാവരും ഒരു ദിവസം ആദിശങ്കരാചാര്യസ്വാമികളുടെ ഭജഗോവിന്ദം ചൊല്ലണം. ഒന്ന് പ്രതിജ്ഞ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഈ നാട്ടിൽ ജനിച്ച ഒരു മഹാഗുരുവിന്റെ ഒരു കൃതി നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല പറഞ്ഞാൽ അതൊരു നഷ്ടമല്ലേ? കഷ്ടമല്ലേ? അതൊരു ഗുരുത്വദോഷമല്ലേ? ആണോ അല്ലയോ? ആ ഭജഗോവിന്ദം എന്നൊരു കൃതി എങ്കിലും അടുത്ത ദശാവതാരത്തിനൊന്ന് ചൊല്ലിക്കൂടെ? അടുത്ത വർഷത്തെ തയ്യാറായിക്കൂടെ? എന്തോന്നും മിണ്ടാത്തത് നിങ്ങള്? എത്ര പേര് തയ്യാറാവും? അങ്ങനെ ഒരു പുതിയ ഒരു കാര്യം ഇവിടെ നടക്കട്ടെ അടുത്ത വർഷം. കാരണം ആദിശങ്കരാചാര്യസ്വാമികളുടെ ജന്മം കൊണ്ട് പവിത്രമായ കാലടിയുടെ അടുത്താണല്ലോ ഈ നാടിരിക്കുന്നത്, അല്ലേ?
ഇന്ന് ലോകം മുഴുവൻ ആദരിക്കുന്നു ആദിശങ്കരാചാര്യ സ്വാമികളെ കുറിച്ച്. നിങ്ങൾക്കറിയാലോ, ആദിശങ്കരാചാര്യ സ്വാമികളുടെ പ്രതിമ അങ്ങ് കേദാർനാഥില് നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രിജി കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് അദ്ദേഹം അവിടെ പ്രതിഷ്ഠിക്കല്ല അനാച്ഛാദനം ചെയ്യണ്ടായി. അതേപോലെ തന്നെ ആദിശങ്കരാചാര്യ സ്വാമികളുടെ നിങ്ങൾ കേട്ടു കാണും, വലിയൊരു പ്രതിമയാണ് അദ്ദേഹത്തിന്റെ ഒരു രൂപമാണ്. അദ്ദേഹത്തിന്റെ ഗുരുകുലം എവിടെയായിരുന്നു? അദ്ദേഹത്തിന്റെ ഗുരുകുലം എന്നറിയോ നിങ്ങൾക്ക്? മധ്യപ്രദേശിലാണ്. ഏത് നദീ തീരത്താണെന്നറിയോ? ഗോദാവരിയുടെ തീരത്ത് മധ്യപ്രദേശില് അദ്ദേഹത്തിന്റെ ഗുരുസ്ഥാനീയനായ അദ്ദേഹത്തിന്റെ ഗുരു ആയിരുന്നു ആര്? നല്ല ആൾക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ശങ്കരാചാര്യ സ്വാമികളുടെ ഗുരുവിന്റെ പേരായിരുന്നു ഗോവിന്ദാചാര്യൻ. ആരായിരുന്നു? അതുകൊണ്ടാണ് ഭജഗോവിന്ദം ഒരു ഗുരുവിനെ കൂടെ സ്തുതിക്കുകയാണ് അതിന്. അദ്ദേഹത്തിന്റെ ആ ഒരു ഗുരുകുലം നടന്ന സ്ഥലത്ത് മധ്യപ്രദേശില് കഴിഞ്ഞ വർഷം വലിയൊരു ശങ്കരാചാര്യ സ്വാമികളുടെ പ്രതിമ വെക്കേണ്ടായി അവിടുത്തെ ഗവൺമെന്റ്. കേട്ടിട്ടുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ? കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് അടുത്ത വർഷം നമ്മൾ തെളിയിക്കണം, ഈ പവിത്ര ഭൂമിയിൽ, ആചാര്യസ്വാമികളുടെ ജന്മം കൊണ്ട് പവിത്രമായ കാലടിക്കടുത്തുള്ള ഈ ഭൂമിയിൽ ശങ്കരാചാര്യസ്വാമികളുടെ ഏത് കൃതി? ഉറക്കെ പറയൂ നിങ്ങൾ. ഭജഗോവിന്ദം ചൊല്ലുമല്ലോ നിങ്ങള് എല്ലാവരും ഒന്ന് പ്രതിജ്ഞ ചെയ്യുക. അപ്പോ നമുക്ക് ഈ പൂർണ്ണാവതാരം എത്തിയിട്ടില്ലെങ്കിൽ അടുത്ത അവതാരമാണ് കൽക്കിയുടെ അവതാരം. അത് പുനർജന്മത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അതിലേക്ക് എത്താതെ ഏതിലേക്ക് എത്തണം? പൂർണ്ണതയിലേക്ക് എത്തണം. പൂർണ്ണമത. ഇത് മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന എന്തൊരു മനോഹരമായ ചിത്രമാണ് ഈ ദശാവതാര സങ്കല്പം കൊണ്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യ ജന്മത്തിന്റെ മഹത്വം ഓർമ്മിപ്പിക്കുന്ന ഇത്രയും അതിപവിത്രമായ ശ്രേഷ്ഠമായ ദശാവതാരം. മനസ്സിലായില്ലേ? അത് കേവലം ഒരു വിഗ്രഹത്തിൽ ചന്ദനച്ചാർത്ത് ചെയ്യുകയല്ല. ആ ചന്ദനച്ചാർത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ദേ ഈ ഘട്ടത്തിലേക്ക്, ഈ തലത്തിലേക്ക് ഉയരണം, അവസാനം പൂർണ്ണത കൈവരിക്കണം. ഞാനും നിങ്ങളുമെല്ലാം ആ പൂർണ്ണതയിൽ നിന്നും പ്രകടമായതാണ്. കൃഷ്ണനെ പൂർണ്ണാവതാരം എന്ന് വിളിക്കും, മറ്റവതാരങ്ങളെയൊക്കെ കലാവതാരങ്ങൾ എന്ന് വിളിക്കും, നമ്മളെയൊക്കെ അംശാവതാരങ്ങൾ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ഓരോ വ്യക്തിയും മമേവാംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ടാണിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി മമൈവ അംശോ. എന്റെ അംശങ്ങളാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ നമ്മളിലൊക്കെ ആ ഈശ്വരാംശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട കുറച്ചേ ഉള്ളൂ എന്നുള്ളത്. അതൊരു ചെറിയ അംശമായി നിൽക്കുന്നതിന് കാരണം നമ്മൾ ആ ഈശ്വരഭാവത്തിൽ നിന്നും ആ പൂർണ്ണതയിൽ നിന്നും വളരെ അവർക്ക് പറയണം അകന്നുപോയി. ഒരു കടലിൽ നിന്നും പുഴയിൽ നിന്നൊരു തോടിൽ നിന്നൊരു അരുവി, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ അരുവിക്ക് തോടിലേക്ക് എത്താം, തോടിൽ നിന്നും ഉറക്കെ പറയൂ പുഴയിലേക്ക് എത്താം, പുഴയിൽ നിന്നും കടലിലേക്ക് എത്താം. ഈ ഒരു യാത്ര ഇപ്പോൾ നമ്മളൊരു അരുവിയായിരിക്കാം, പക്ഷെ ഒഴുകി ഒഴുകി തോടായും പുഴയായും അവസാനം കടലായും ആപൂര്യമാണമജലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശ്യന്തിയദ്വത് എന്ന് ഗീതയിൽ കൃഷ്ണൻ ആഹ്വാനം ചെയ്യുന്നത് പോലെ യഥാ ആകാശാൽപതിതം തോയം യഥാ ഗച്ഛതി സാഗരം എന്ന് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ മനസ്സ് ഒഴുകി ഒഴുകി ആ പൂർണ്ണതയിൽ എത്തിക്കൊണ്ട് ഒരു പൂർണ്ണതയുടെ ജീവിതത്തിലേക്കുള്ള പരിണാമത്തെ, വികാസത്തെ, അല്ലെങ്കിൽ അതിലേക്കുള്ള പരിവർത്തനത്തെ ഓർമ്മിപ്പിക്കാനാണ് ഈ ദശാവതാര ചാർത്തിന്റെ സത്രം നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന ബോധം നമ്മളിൽ എല്ലാവരും ഉണ്ടാവട്ടെ. മനസ്സിലാവുണ്ടല്ലോ? ഇത് നാളെ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം ഇത്രയോ കാലം നിങ്ങൾ ദശാവതാര സങ്കല്പത്തിന്റെ പൂജകൾ ഇവിടെ ചെയ്യുമ്പോൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം, എന്തിനാണ് ഈ ദശാവതാരം നമ്മളിവിടെ ആഘോഷിക്കുന്നത്. നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മനുഷ്യന്റെ പരിണാമത്തിന്റെ സാധ്യതകൾ. പരിണാമം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർക്കണം, ഉള്ളതിൽ നിന്ന് പരിണമിക്കുമ്പോൾ ഉള്ളതിന് പലതുമായി പരിണമിക്കാനുള്ള കൂടെ വന്നില്ലേ നിങ്ങൾ? ഉള്ളതിന്റെ സാധ്യതകളാണ് പരിണമിക്കാനുള്ള സാധ്യതകൾ. അതിന്റെ വികസിച്ച് അങ്ങനെ നിങ്ങൾ നോക്കൂ, ഒരു ചക്രം അതങ്ങനെ വികസിച്ച് വീണ്ടും അതിന്റെ ആരംഭത്തിലെത്തുന്നത് പോലെ നമ്മളും വികസിച്ച് അതിന്റെ പൂർണ്ണതയിൽ നമ്മൾ എത്തിച്ചേരണം. ആ പൂർണ്ണതയിലേക്ക് വികസിച്ചിട്ടില്ല എങ്കിൽ ആ പൂർണ്ണതയിലെത്തുന്നത് വരെ നമ്മൾ ഈ ചക്രത്തിൽ കടന്ന് കറങ്ങേണ്ടതുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ
ആ ഒരു പൂർണ്ണതയുടെ ചിത്രം കാണിച്ചു തരാനാണ് ദശാവതാര സങ്കല്പമെന്ന് നമ്മുടെ തലമുറകളെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനാവട്ടെ നമ്മുടെ പ്രയാണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്.